ഖയാൽ ഒരു 3300 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ശരിക്കുള്ളത്. ഇവിടെ നാട്ടിൽ വരുന്ന സമയത്ത് ഒരു വർഷത്തിൽ ഒരു മാസമാണ് അവരുടെ നാട്ടിൽ നിൽക്കുന്നത്. അവരെത്രത്തോളം സ്വന്തമായിട്ടൊരു വീട് അവർ സ്വപ്നം പോലെ ചെയ്യണം എന്നുള്ള ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുത്തതുകൊണ്ടാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പല എലമെൻറ്റ്സ് ഈ വീട്ടിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിലവിൽ ആദ്യം ഒരു വീടുണ്ടായിരുന്നു, ഒരു പഴയ തറവാട് വീടുണ്ടായിരുന്നു. അത് കംപ്ലീറ്റ്ലി ഡിമോളിഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് നമ്മളിപ്പം ഈ സൈറ്റ് വന്ന് കാണുന്നതും സൈറ്റിലൂടെ നമ്മൾ എത്തിപ്പെടുന്നതും. ഒരു 6 മാസം കൊണ്ട് തീർക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ഔട്ട് മുതൽ നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ ഇൻറ്റീരിയർ ലാൻഡ്സ്കേപ്പ് ഉൾപ്പെടെ നമ്മൾ ഈ ഒരു 6 മാസ കാലാവധിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അവരെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നുണ്ട്. അവരുടെ വൈഫിന് അത് ഒരു ഗിഫ്റ്റ് എന്ന രീതിയിൽ ഈ ഒരു വീടിൻ്റെ കീ ഹാൻഡ് ഓവർ ചെയ്യാന്നുള്ളൊരു സ്വപ്നമായിരുന്നു അവരെ. ഭയങ്കരമായിട്ട് ചലഞ്ചിങ് ആയിട്ട് നമ്മളൊരു ബാക്കിയുള്ള എല്ലാ വർക്കിൻ്റെ പുറകെ നിൽക്കാണ്ട് ഇതിനു വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ ഒരു 6 മാസം മാറ്റി വെച്ച രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, അവരുടെ അത്രയൊരു സ്വപ്നം അതിൻ്റെ കൂടെ പോകാമെന്നുള്ളതാണ്. അവർക്ക് അത് നടത്തി കൊടുക്കാൻ രീതിയിലൊന്നുമില്ല, ആ ഒരു സന്തോഷത്തിൻ്റെ പുറകെ അങ്ങനെ പോയി എന്നുള്ളത് മാത്രമാണ്. ഈ ലിവിങ് ഏരിയ, സിറ്റ് ഔട്ട് ഏരിയ, ഒരു ഫോയർ, ഇതാണ് ഈ വീടിനെ കണക്ട് ചെയ്യുന്ന ഫ്രണ്ടിലിട്ടുള്ളൊരു ഭാഗം. ഇതിന് രണ്ടിനും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഈ ഒരു കംപ്ലീറ്റ്ലി കിടക്കുന്ന വീടിന് ടോട്ടലി സെൻട്രലായിട്ട് കിടക്കുന്ന ഈ ഒരു 6 വാളാണ്. ഇത് ചെയ്യാനായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ഉണ്ടായിരുന്നത്. ആ വാളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ശരിക്കും ഈ വീട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വന്നിട്ടുള്ളത്. അപ്പം എന്താ വെച്ചാൽ നമുക്കിപ്പം ഒരു സിറ്റ് ഔട്ടും ലിവിങ്ങും തമ്മിലുള്ള കണക്ഷനൊന്നും ഈ വീടിൻ്റെ ബാക്കിയുള്ള ഏരിയയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം ഇവിടെ ഒരു ഉമ്മ നിൽക്കുന്ന സമയത്ത് ആ ഉമ്മക്ക് ഏറ്റവും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡൈനിങ്, കിച്ചണ്, ഉമ്മൻ്റെ ഒരു ബെഡ്റൂം, ഒരു പ്രെയർ ഏരിയ, ആ ഒരു ഏരിയ സെക്ഷൻ അത് വേറൊരു ഏരിയയ്ക്ക് കാണിച്ചിട്ട് അതിൻ്റെ ഈ പിന്നെ ബാക്കിയുള്ള 3 ബെഡ്റൂം നമ്മൾ വേറൊരു ഏരിയയിലേക്കാണ് കാണിച്ചിട്ടുള്ളത്. ഇതിന് രണ്ടിനെയും കണക്ട് ചെയ്യുന്നത് ഒരു കോർട്ട്യാർഡും ചെറിയൊരു പാസേജ് ആയിട്ടുള്ളൊരു ഭാഗങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഭാഗത്തും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഗ്രീനറി മാക്സിമം ഉൾക്കൊള്ളിക്കുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ കേസിൽ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്കൊരു എൻ്റെ സുഹൃത്തും കൂടെ ആയിട്ടുള്ള നമ്മൾ ലീഫ് ഗാർഡൻ്റെ അവരാണ് നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ വീടും ഈ പ്ലോട്ടും എന്താണോ ആഗ്രഹിക്കുന്നത് അവരെ നല്ല വൃത്തിക്കായിട്ട് നമ്മൾ ഡീറ്റെയിലിംഗ് ആയിട്ട് നമുക്കത് പറഞ്ഞു തന്നുകൊണ്ട് അവരത് ചെയ്തിട്ട് നമുക്കതിൻ്റെ റിസൾട്ട് നമുക്ക് തന്നിട്ടുണ്ട് ആ കാര്യത്തിൽ. നമ്മൾ ഈ വീടിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് എന്നുള്ള ഡിസൈനിലും അതിൻ്റെ ഒരു കൺസെപ്റ്റിലേക്കും വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് ഒരു ട്രോപ്പിക്കൽ തീമിലായിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ് രീതിയാണ് ഇവിടെ ഫോളോ ചെയ്തിട്ടുള്ളത്. ഒരു മിനിമലായിട്ടുള്ളൊരു ട്രോപ്പിക്കൽ തീമാണ്. അതുപോലെ തന്നെ വീടിൻ്റെ ഒരു ഹാർട്ട് ഓഫ് ദി നമ്മുടെ വീടെന്ന് പറയുന്നത് സെൻട്രൽ കോർട്ട്യാർഡാണ് ഇവിടെ മാസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ സെൻറ്റർ ഓഫ് ദി ഹാർട്ടായിട്ടുള്ളൊരു ഏരിയ എന്ന് പറയുന്നത്? ഇപ്പോൾ ഈ പ്ലാന്റ്സിനെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ബാക്കിലുള്ള പ്ലാന്റ്സും എല്ലാം ഇപ്പോൾ കാറ്റ് വരുമ്പോൾ ആടുന്നുണ്ട്. അതുപോലെ മഴ പെയ്യുമ്പോൾ മഴയും കൊള്ളും, വെയിലുള്ള സമയത്ത് വെയിലും ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ ഇരിക്കുമ്പോൾ പുറത്ത് എന്താണോ നേച്ചറായിട്ടുള്ള എന്ത് ആക്ടിവിറ്റിയാണ് നടക്കുന്നത് അത് നമ്മൾക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെയുള്ള സ്പേസ് വീട്ടിൽ നിന്നുള്ള എൻട്രൻസിൽ നിന്ന് നമുക്ക് ആക്സസ് ഉണ്ട്, കാണാൻ പറ്റുന്ന സ്പേസാണ്. ഒരു റൂമിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന സ്പേസാണ്. അതുപോലെ തന്നെ വലിയൊരു ഡൈനിങ്ങിൽ നിന്നുള്ള ഒരു വിൻഡോന്ന് നമ്മൾക്ക് ഇവിടെ നന്നായിട്ട് കാണാം. ഇവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളത് ഒരു പ്രൈവസിയാണ്. ഒരു ബെഡ്റൂമിനെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള എല്ലാ ഏരിയയും ഈ വീടിൻ്റെ ഓരോ കോണും ഓരോ പ്രൈവറ്റ് ആയിട്ടുള്ള ഓരോ കുറച്ച് ഏരിയകളുണ്ട്. എല്ലാ ബെഡ്റൂമും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ബെഡ്റൂമിലും നമ്മൾ ഇൻറ്റീരിയറിൽ കാണിച്ചിട്ടുള്ള എല്ലാ കളർ തീമും അതിൽ ഈ വീടിൻ്റെ എല്ലാ കോണിലും കാണും. ആ ഒരു കളർ പാറ്റേൺ എന്ന രീതിയിൽ നമ്മളിങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്. അതിൽ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ മാസ്റ്റർ ബെഡ്റൂം കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബെഡിൻ്റെ ഹെഡ് ബോർഡ് വരുന്ന ഭാഗത്ത് നമ്മൾ ആ ഒരു ഗ്രീനിൽ നമ്മളങ്ങനെ ഒരു കർവായിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുള്ളതും അതിൽ നമ്മൾ ആ ഒരു ഗ്രീൻ ഡിസൈൻ കൊടുക്കുന്ന സമയത്ത് നമുക്കതൊരു ബ്രേക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു സ്മോൾ എലമെൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു കർവായിട്ടുള്ള ഡിസൈനാണ് നമ്മൾ അതിൻ്റെ ഒരു ഡ്രസ്സിങ് ടേബിളിലും അതിൻ്റെ മിററിലായിക്കോട്ടെ നമ്മളതിൻ്റെ വാർഡ്രോബ് ഡിസൈനിലായാലും നമ്മളെല്ലാ ഒരു തീമാണ് ഇങ്ങനെ
ഫോളോ ചെയ്ത് പോയിട്ടുള്ളത്. എനിക്കിതിൽ ഏറ്റവും ആദ്യം നന്ദി പറയാനുള്ളത് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ വർക്കേഴ്സാണ്. എൻ്റെ വർക്കേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ഒരു കൂടപ്പുറപ്പിനെ പോലെ കൊണ്ടുവെക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരാണ് എന്നെ ഇത്രയൊരു ഷോർട്ടായിട്ടുള്ള പീരീഡിൽ ഈ വീട് തീർക്കാൻ വേണ്ടിയിട്ട് എന്നെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ. നമ്മൾ ഏതൊരു ആർക്കിടെക്ചറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറഞ്ഞത് അത് അവരെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവരെ എത്രത്തോളം അതൊരു ഡീപ്പായിട്ട് ആ വർക്കിനെ ഏറ്റെടുക്കുന്നോ അതായിരിക്കും ഏതൊരു പ്രൊജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സക്സസ് എന്ന് പറഞ്ഞത്.